നിജേഷ് അത് സ്ഥിരം ഒരു വാചോടോപമാണ്. അത് നിങ്ങൾ മാത്രമല്ല കാര്യങ്ങളെ എല്ലാവരും പറ്റി പറയും. ഒരു ദുരന്തം ഉണ്ടായാൽ അത് എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിക്കുമ്പോൾ അത് പരിശോധിക്കാനുള്ള സമയമല്ല ഇത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞത് ആരും പരിശോധിക്കാൻ പോകുന്നില്ല. അങ്ങനെ പരിശോധിച്ചിരുന്നെങ്കിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ ഈ തുരങ്ക നിർമ്മാണം തുടങ്ങുമ്പോഴെങ്കിലും അത് ചർച്ച ചെയ്യണ്ടേ? അല്ല ജിംസെ, ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞിട്ട് 10 മിനിറ്റ് ആയിട്ടില്ല. നിങ്ങളെ അവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ സമിതി പ്രഖ്യാപിക്കുമെന്ന്. ഞാൻ അവിടുന്ന് മാറിയുന്നു എന്നല്ല പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ പോയി അവിടുത്തെ ഓരോ കാര്യങ്ങളെ പറ്റി പ്രഖ്യാപിച്ചു. വിദഗ്ധ സമിതിയുടെ നാളെ പ്രഖ്യാപിച്ച് നാളെ മുതൽ പഠനം തുടങ്ങും. ഇത് വാചാടകമല്ല, അതൊരു ആക്ഷനാണ്. ആ ആക്ഷൻ നടക്കട്ടെ. പിന്നെ രണ്ടാമത്തത് തുരങ്കവുമായി ബന്ധപ്പെട്ട വിഷയം, അതൊരു വലിയ ബ്രോഡാണ്. നമ്മൾക്ക് ഇപ്പൊ ഇന്ന് തന്നെ പലരും ബദൽ പറഞ്ഞു. നമുക്കറിയാം വയനാട്ടിലേക്ക് വഴി വേണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വയനാട്ടിലേക്ക് ഇപ്പോഴത്തെ ചുരം 2 ചുരങ്ങൾ പോരാ, കൂടുതൽ വഴി വേണം. ആ വഴി തുരങ്കം തന്നെയാണോ അതിന്റെ ഓപ്ഷൻ? മറ്റ് ഇപ്പോ നമ്മൾക്കൊക്കെ അറിയാവുന്ന വിലങ്ങാട് എന്നുള്ള റോഡ് വളരെ കാലം മുമ്പ് ഉപയോഗിച്ച റോഡാണ്. വനംവകുപ്പുമായി ബന്ധപ്പെട്ട ചെറിയ ചില കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് അവിടെ പരിശോധിക്കാം. പൂഴിത്തോട് പടിഞ്ഞാറത്തറ 2ാമത്തെ ഓപ്ഷനാണ്. ഇവിടെ നിന്ന് ചിപ്പിലിത്തോട് വയനാട്ടിലേക്കുള്ള റോഡ് 3ാമത്തെ ഓപ്ഷനാണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ വളരെ പെട്ടെന്ന് പഠിച്ച് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനമാണ്. പഴയതുപോലെയല്ല. വയനാട് ചുരത്തിലേക്ക് പണ്ട് 20 കൊല്ലം പോലുള്ള വാഹനങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. ധാരാളം വാഹനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. വയനാട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറുന്നു. വയനാട്ടിലെ വീക്കെൻഡ് ഡേയ്സ് ഒക്കെ വളരെ തിരക്കാണ്. വയനാടിന്റെ ജീവിതമാർഗം തന്നെ ടൂറിസവുമായി കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിനെ പഠിക്കണം, അതിനെ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുകയും വേണം. ദുരന്തത്തെ നമ്മൾ അങ്ങനെ തന്നെ കാണാം. അപ്പൊ വയനാടിന്റെ നമ്മൾക്കറിയാവുന്നത് പോലെ 1960 മുതൽ നിരന്തരമായ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് വയനാട്. വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ചും ഈ പ്രദേശം മേപ്പാടി ഉൾപ്പെടുന്ന പ്രദേശം, വൈത്തിരിയും മേപ്പാടിയും ലക്കിടിയും ഉൾപ്പെടുന്ന പ്രദേശം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശമാണ്. അവിടുത്തെ മണ്ണിന്റെ അവസ്ഥ നമുക്കറിയാം. ഇപ്പൊ തന്നെ നിങ്ങൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, വയനാട്ടിലെ വൈത്തിരി ബസ് സ്റ്റാൻഡ് ബസ് വെയിറ്റിംഗ് ഷെഡ് വീണ് കിടക്കുകയാണ്. 2018 അത് ഉയർത്തി വെക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അതിന് പണമില്ലാത്തത് കൊണ്ടല്ല, അത് ഉയർത്തി വെച്ചത് കൊണ്ട് കാര്യമില്ല. അവിടുത്തെ മണ്ണിന്റെ ഘടന അങ്ങനെ ആയതുകൊണ്ടാണ്. നമുക്കറിയാം വയനാട്ടിലെ കെട്ടിടങ്ങളുടെ നിർമ്മാണം, വലിയ കെട്ടിടങ്ങൾക്ക് അവിടെ ഇപ്പോഴും നിർമ്മാണത്തിന് അനുമതി കൊടുക്കുന്നില്ല. അത് വയനാടിന്റെ മണ്ണിന്റെ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. അപ്പൊ